ആരെങ്കിലും കിട്ടുന്നില്ലല്ലോ. കിട്ടി. സോ ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു പ്ലേ വേർഡിൽ. അതായത് വേർഡിൽ ഒരു ഗെയിമാണ്. കഴിഞ്ഞ വർഷമാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ഈ ഗെയിം ലോഞ്ച് ചെയ്തത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ലെറ്റർ വേർഡാണ്. നമ്മളുടെ വൊക്കാബുലറി കുറച്ചുകൂടെ കൂട്ടാൻ. അപ്പൊ ആ വേർഡ് എന്താണെന്ന് ഗസ് ചെയ്യണം. സിമ്പിൾ സംഭവം. സോ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം. അതിനെല്ലാത്തിനും മുമ്പേ നമസ്കാരം, ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം ആണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് വേർഡിൽ എന്താണെന്ന് നോക്കാം. WORDLE is a 5-letter word guessing name. അപ്പം 5 ലെറ്റർ വേർഡ് സിമ്പിൾ. ഇപ്പം alone, above, again, അല്ലെങ്കിൽ എന്താ പറയുക പോസ്, ഓഡിയോ, ഇത്തരം രീതിയിലുള്ള 5 ലെറ്റർ വേർഡ്സ് ഏത് വേർഡ്സ് ആണെങ്കിലും അത് നൗൺ ആയിക്കോട്ടെ വേർബ് ആയിക്കോട്ടെ അത് ഗസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 atoms. 6 atoms ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം അവർ ഉദ്ദേശിക്കുന്ന വേർഡ് ഏതാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം. അതാണ് അതിന്റെ മെയിൻ എന്താ പറയുക ഗെയിമിന്റെ ഗോൾ. Hints are to be understood along the way with change in color of blanks. അപ്പം ഹിൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെറ്റർ നമ്മൾ അടിക്കുമ്പോൾ കളർ മാറും. കളർ ഓരോന്ന് കാണിക്കും. ആ കളറിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഹിന്റ്. അതാണ് അതിന്റെ ഹിന്റ്. കുറച്ചുകൂടി നമുക്ക് പോകെ പോകെ നമുക്ക് മനസ്സിലാവും. റൂൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈച്ച് ഗസ് മസ്റ്റ് ബി എ വാലിഡ് 5-letter വേർഡ്. അപ്പം ഓരോ ഗസ് ഇപ്പൊ ആദ്യത്തെ ലെറ്റർ നമ്മൾ ഫിൽ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാലിഡ് വേർഡ് ആയിരിക്കണം. 5 ലെറ്റർ വേർഡ്. അത് കഴിഞ്ഞ് after each guess the color of the tiles will change to show how close your guess was to the word. അപ്പം ഓരോ ഗസ്സില് നമുക്ക് അതിന്റെ കളർ ചിലപ്പോൾ കിട്ടും. അപ്പം ഏതൊക്കെ കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. The goal is to guess the answer using these hints. When the correct answer is guessed, all letters are highlighted in green. ഗ്രീനിൽ കാണുമ്പോഴാണ് അത് കറക്റ്റ് ഗസ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം. The game starts with 5 blank boxes. Fill in your first guess and press enter to begin. ആദ്യം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. 5 ലെറ്റർ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പം അത് നമ്മൾ ഫില്ല് ചെയ്യുമ്പം അതായത് ആദ്യം നമ്മളൊരു വേർഡ് ഫില്ല് ചെയ്തു. ഇപ്പൊ ഞാനിപ്പം നോക്കുകയാണെങ്കിൽ ഹാപ്പി, HAPPY, ഹാപ്പി, അത് ഫില്ല് ചെയ്ത് ഞാൻ എൻ്റർ അടിക്കും. സോ നമ്മളൊരു വേർഡ് എന്താ പറയാ എഴുതി എൻ്റർ ചെയ്തു. ഇനി if a letter in the guessed word exists in the answer as well and is placed in the right position, then the letter is highlighted in green. അതായത് നമ്മളിപ്പോ എഴുതിയ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഹാപ്പി. ഓക്കെ, ഹാപ്പി വേണ്ട. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ വെരി, അപ്പം ഇതിനകത്ത് WEARY. അപ്പം W ഗ്രീനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന വാക്കിൽ W ആ പൊസിഷനിലാണ്. അതായത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ്. ആ വേർഡും ഉണ്ട്, ആ കറക്റ്റ് പൊസിഷനിലും ആണ്. അതാണ് ഗ്രീൻ ലെറ്ററിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പം ഇങ്ങനെയാണ് ഓരോ കളേഴ്സിൽ നിന്നാണ് നമ്മൾ അതിന്റെ ഹിന്റ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഗ്രീൻ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് പൊസിഷനിലും ആണ്, കറക്റ്റ് പ്ലേസിലും ആണ്. ആ സാധനം അവിടെ ഉണ്ട്. ഗ്രേറ്റ്. അടുത്ത് യൂസ് ആസ് മെനി, ഇതൊരു ടിപ്സ് ആണ് കേട്ടോ. എന്താ പറയുക ടിപ്പാണ്. യൂസ് ആസ് മെനി വവൽസ് ആസ് പോസിബിൾ ഇൻ യുവർ ഫസ്റ്റ് ഗസ്. അതായത് ഏറ്റവും ഒരുപാട് വവൽസ് ഉള്ള വാക്കുകൾ ഫസ്റ്റ് ഗസ്സിൽ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വാക്ക് ഒരു വാക്കിൽ എന്തായാലും ഒരു വവൽ ഉള്ളത് ആണ് ഏറ്റവും മാക്സിമം. മെജോറിറ്റി വാക്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. വളരെ വിരളമായിട്ടുള്ള വാക്കുകളാണ് വവൽസ് യൂസ് ചെയ്യാണ്ട് 5 ലെറ്റർ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം പൊതുവെ ഇപ്പം കൂടുതൽ വവൽസ് ഉള്ള 5 വവൽസ് ഉണ്ട്. സോ കൂടുതൽ വവൽസ് ഉള്ള വാക്കുകൾ ഇപ്പം ഓഡിയോ അല്ലെങ്കിൽ പോസ്, PAUSE. സോ ഇത്തരം രീതിയിൽ നമുക്ക് ഓരോ വാക്കുകളുണ്ട്. അപ്പം അത്രയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണോ ഉള്ളത്, എവിടേക്കാണോ ഉള്ളത് എന്നുള്ള രീതിയിൽ. അതൊരു ചെറിയ ടിപ്പാണ്. അപ്പം if a letter in the guessed word exists in the answer and is placed in an incorrect position, then the letter is highlighted in yellow. ഇപ്പം അത് നേരത്തെ പറഞ്ഞത് കറക്റ്റ് പൊസിഷനിലുമാണ് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രീനിൽ അപ്പിയർ ചെയ്യും. വേർഡ് ഉണ്ട് പക്ഷെ അത് കറക്റ്റ് പൊസിഷനല്ല, മിസ്പ്ലേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് യെല്ലോ കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ഇപ്പം പിൽസില് ഐ എന്ന് പറഞ്ഞാൽ ഐ അവർ ഉദ്ദേശിക്കുന്ന വാക്കിലുണ്ട്, പക്ഷെ അത് ആ പൊസിഷനിലല്ല, വേറെ ഏതോ പൊസിഷനിലാണ്. അപ്പൊ അങ്ങനെ മിസ്പ്ലേസ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് യെല്ലോ കളറിലായിട്ട് സോ അങ്ങനെ മിസ്പ്ലേസ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ യെല്ലോ കളറിലായിട്ടായിരിക്കും ആ വേർഡ് അല്ലെങ്കിൽ ആ ലെറ്റർ കാണുന്നത്. ഗ്രേറ്റ്. അപ്പം വേറൊരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ retain the letters highlighted in yellow in the previous guess. Now use them in different positions. എന്താ പറയാ form a new word. അതായത് ഇപ്പം ഒരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഓക്കെ ഈ വാക്കില് ഐ ഉണ്ട് പക്ഷെ വേറെ സ്ഥലത്ത്. അപ്പൊ അടുത്ത വേർഡ് നമ്മൾ ഗസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഉള്ള വാക്ക് തന്നെ ഐ അതേസമയം ആ സ്ഥലം അല്ലാണ്ട് വേറെ സ്ഥലത്ത് വരുന്ന രീതിയിലുള്ള വാക്ക് ഗസ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഒരു ചെറിയ ടിപ്പ്.
If a letter does not, if a letter in the guessed word doesn't exist in the answer, then the letter is highlighted in gray. അതായത് നമ്മൾ എഴുതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ലെറ്റർ, ആ വേർഡിലത്തെ ആ ലെറ്റേഴ്സ് അവരുദ്ദേശിക്കുന്ന വാക്കിലില്ലെങ്കിൽ അത് ഗ്രേ കളറിലായിരിക്കും അവിടെ അപ്പിയർ ചെയ്യുക. പിന്നെ അതിപ്പം യു ആ കളർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുദ്ദേശിക്കുന്ന വാക്കിലില്ല യു. ഓക്കെ, അതാണ് സിമ്പിൾ. കളിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര എളുപ്പമാണിത്. വേറൊരു ചെറിയ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ try not using the letters highlighted in grey in your next guesses, as they aren't a part of the answer word and you may be losing precious chances അല്ലെങ്കിൽ changes in finding the right answer word. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേയിൽ കണ്ട അക്ഷരങ്ങൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് അടുത്ത ഗസ്സിൽ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം നമുക്കറിയാം ഇത് എന്തായാലും ആ വാക്കിലില്ല. സോ ഇത് ഉപയോഗിച്ച് വേറെ വാക്ക് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാൻസസ് വെറുതെ കുറയാനുള്ള ഒരിതാണ് ഉണ്ടാവുന്നത്. അതും ഒരു ചെറിയ ടിപ്പാണ്. സോ അടുത്തതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ അബൌട്ട് Capshine's ലേണിംഗ് സ്റ്റൈൽ. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ലൈവ് ക്ലാസ്സസ്, സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസിനെ ട്രാക്ക് ഡൗൺ ചെയ്യാനായിട്ട് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ ഉണ്ട്. എവിടെയൊക്കെ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നു, എവിടെയൊക്കെ നിങ്ങൾ ലാക്ക് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. കൂടാതെ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഡെയിലി മൈക്രോ ലെസൺസ് പഠിത്തത്തിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള ഒരു പരിപാടിയാണ്. സോ ഇത് അടിപൊളി സംഭവമാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ റിറ്റെയിൻ ദ പൊസിഷൻസ് ഓഫ് ലെറ്റേഴ്സ് ഹൈലൈറ്റഡ് ഇൻ ഗ്രീൻ ഇൻ ദി പ്രീവിയസ് ഗസ്. അതായത് ഇപ്പം നമ്മളൊരു ഗസ് ചെയ്തു, അതിനകത്തിപ്പം ഗ്രീൻ കളറിൽ ഒരു അക്ഷരം നമ്മൾ കണ്ടു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വച്ചിട്ടുള്ള വേറെ വാക്കുകൾ ഗസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ക്രിയേറ്റ് എ ന്യൂ വേർഡ് ഫോർ ദ നെക്സ്റ്റ് ഗസ് ബൈ മൂവിങ് അറൌണ്ട് ദി അതർ ലെറ്റേഴ്സ് ഓർ ആഡിങ് ന്യൂ വൺസ്. ഒന്നല്ലെങ്കിൽ അടുത്ത ഗസ് ചെയ്യുമ്പം ആ ഗ്രീൻ പൊസിഷനിലുള്ള അവിടെ ഉള്ള വെച്ച് തന്നെ നമുക്ക് വേറെ ഗസ്സസ് നടത്താം, അല്ലെങ്കിൽ ആ യെല്ലോ ലെറ്റേഴ്സിലുള്ളത്, അതായത് അതിന്റെ പൊസിഷൻ മാറ്റിയിട്ടുള്ള വേർഡ്സിനെ ഗസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു ഗെയിമിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെക്കാബുലറി, നമ്മുടെ വേർഡ്സ് അത് നമ്മൾ ചിന്തിക്കാൻ ഒരുപാട് ശ്രമിക്കും. കാരണം 5 ലെറ്ററേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കും 5 ലെറ്റേഴ്സിന് ഇനി മാത്രം വേർഡ്സ് ഉണ്ട്. ഒരുപാട് വേർഡ്സ് ഉണ്ട്. കളിച്ച് വരുമ്പോഴാണ് അതിന്റെ ആ ഒരു ത്രില്ല് നമുക്ക് മനസ്സിലാവുക. ഒരുപാട് വാക്കുകളുണ്ട്. അപ്പം നമുക്ക് ഓരോ ഇതിനകത്ത് ഏതായിരിക്കും ഉണ്ടാക്കുക, നമുക്ക് തന്നെ തോന്നാൻ പറ്റും ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടോ, ഇങ്ങനെ ഒരു വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടോ, നമുക്കുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഗ്രേറ്റ്. അപ്പം അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ while creating new words for each guess, make use of unused letters. അതായത് ഓരോ ടൈമിലും നമ്മൾ അൺയൂസ്ഡ് ലെറ്റേഴ്സ്, 26 ലെറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ആൽഫബറ്റ്സിൽ. അപ്പം അൺയൂസ്ഡ് വേർഡ്സ് ആയിട്ടുള്ള എന്താ പറയുക ലെറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓരോ വേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിച്ചു, ഇനി ഉപയോഗിക്കാത്ത വാക്കിന് എന്തെങ്കിലും നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതൊരു ടിപ്പാണ് ആക്ച്വലി. കൂടാതെ ദ ആൻസർ ക്യാൻ ബി ഫൗണ്ട് ഇൻ ലെസ് ദാൻ 6 ഗെസസ് ടു. 6 ഗസ് വരെ പോകണമെന്നില്ല. 3, 2 ഗസ്സിൽ, ആദ്യത്തെ ഗസ്സിൽ കിട്ടുന്നത് വളരെ വിരളമാണ്, പക്ഷെ കിട്ടിയ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അപ്പം 2ാമത്തെ ഗസ്, 3ാമത്തെ ഗസ്സിലൊക്കെ കിട്ടാൻ പറ്റും. 6ാമത്തെ ഗസ് വരെ പോകണമെന്നില്ല, പക്ഷെ മാക്സിമം കുറച്ച് ഗസ്സസിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് ചാൻസസ് തന്നെ ഗസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേർഡ്സിന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എവിടേക്ക് എൻ്റെ പൊസിഷൻസ് വരാം, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവമാണ്. സോ ഇതൊക്കെയാണ് ഈ ഗെയിമിന്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ. അപ്പം ഇതെനിക്ക് തോന്നുന്നു കളിച്ച് വരുമ്പോഴാണ് ഇതിന്റെ ത്രില്ല് നമുക്ക് കുറച്ചുകൂടെ കൂടുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ഇത് കളിക്കുമ്പോൾ ബെറ്റൊക്കെ വെച്ചിട്ടാണ് കളിക്കാറ്. സോ കുറച്ചുകൂടെ ത്രില്ല് കൂടും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാൻസ് ഒന്ന് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പം മാക്സിമം നമ്മൾ ഏതൊക്കെ പുതിയ പുതിയ വാക്കുകൾ കേൾക്കാത്ത, ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാത്ത വാക്കുകൾ നമ്മൾ ഇട്ട് നോക്കുമ്പം അങ്ങനത്തെ ഒരു വാക്ക് ഉണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ അറിയണേ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ ഗെയിമിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ ന്യൂ വേർഡ് വിൽ ബി അവൈലബിൾ ഈച്ച് ഡേ. ഓരോ ദിവസം, ഓരോ 24 hours ഇവർ ഓരോ ഗെയിം, അതായത് ഓരോ വേർഡിലായിരിക്കും അവൈലബിൾ ആവുന്നത്. ഒരു ദിവസത്തിനുള്ളിൽ നമ്മളത് കണ്ടുപിടിക്കണം എന്നാണ് അത് പറഞ്ഞു വരുന്നത്. അത് കൂടാണ്ട് ഈ കാണുന്ന സൈറ്റിലായിരിക്കും ഈ ഗെയിം അവൈലബിൾ. അല്ലെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ വേർഡിൽ നിന്ന് അടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. കൂടാതെ നമ്മൾ കുറേ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കും. നമുക്ക് തന്നെ മനസ്സിലാൻ പറ്റും ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഗസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലേ, അത് കുറച്ചുകൂടെ കൂടും ഇത്തരം ഈ കളികളിൽ നിന്ന്. ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Capshineന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാനെങ്കിൽ, ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് അറിയാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ